ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കര ഭഗവത്പാദരുടെ ഭജഗോവിന്ദം. ആ ഭജഗോവിന്ദത്തിലെ 24ഓളം ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു. ഇനി 25ാമത്തെ ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാമോഹാവേശം ഏതന്മാംസവസാദിവികാരം മനസി വിചിന്തയ വാരം വാരം. അതായത് ഇവിടെ പറയുന്നു, നാരീസ്തനഭര നാഭീദേശം, സ്ത്രീകളുടെ നാഭീദേശത്തെയും ദൃഷ്ട്വ കണ്ടിട്ട്, മോഹാവേശം മോഹാവേശത്തെ പ്രാപിക്കരുതേ. ഏതത് മാംസവസാദി വികാരം, ഇത് കേവലം ഒരു മാംസം, കൊഴുപ്പ് തുടങ്ങിയവയുടെ ഒരു വികാരം മാത്രമാണ്. മനസ്സി വാരം വാരം വിചിന്തയ, ഇതിനെ മനസ്സിൽ നല്ലപോലെ വിചിന്തനം ചെയ്യൂ, വീണ്ടും വീണ്ടും വിചാരം ചെയ്യൂ. ഇവിടെ പറയുന്നു, ഇവിടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, നേരത്തെ കൗമാരത്തിലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സ്വാഭാവികമായിട്ടും ഈ ലോകത്തിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇവിടെ കാമചേഷ്ടകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എതിർലിംഗത്തോടുള്ള വികാരവും അതിനനുസരിച്ചാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും സന്താനോൽപാദനം മുതലുള്ള എല്ലാ കാര്യക്രമങ്ങളും അങ്ങനെയുള്ള ഒരു പ്രകൃതിയുടെ വ്യവസ്ഥയാണ്. പക്ഷേ ഒരു സാധകനെ സംബന്ധിച്ച് അവന് ഇതിലൊക്കെ കേവലം ഒരു ധാർമ്മികമായ ദൃഷ്ടിക്കപ്പുറത്ത് അധാർമികമായ ദൃഷ്ടി വരുമ്പോൾ ഇതൊക്കെ അയാളെ നശിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇവിടെ പറയുന്നു, നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാമാകാ മോഹാവേശം. അതായത് സ്ത്രീകളുടെ മാറിടം. ഇവിടെ സ്ത്രീകളുടെ മാറിടം എന്ന് പറയുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് ഇവിടെ ഒരു ശിഷ്യനോട് ഉപദേശിച്ചതുകൊണ്ട് അവിടെ സ്ത്രീ എന്ന പദപ്രയോഗം ചെയ്തു. സ്ത്രീയോടാണ് ഉപദേശിക്കുന്നതെങ്കിൽ പുരുഷന്മാരോട്. ഇങ്ങനെ എതിർലിംഗത്തിൻ്റെ ശരീരഭാഗങ്ങളും ശരീരത്തോടും ഒക്കെയുള്ള താദാത്മ്യം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രത്യേകമായ കാമാവേശം, അങ്ങനെയുള്ള ആ ആവേശത്തെ പ്രാപിക്കരുതേ. കാരണം ഒരു വിവാഹം പോലും, സന്താനോൽപാദനം പോലും ഭാരതീയ സംസ്കൃതിയിൽ സന്താനോൽപാദനം കാമചേഷ്ടയുടെ ഉപോൽപ്പന്നമല്ല. കാമചേഷ്ടയ്ക്ക് വേണ്ടിയിട്ടല്ല വിവാഹം പോലും കഴിക്കുന്നത് ഭാരതീയ സങ്കല്പത്തിൽ. മറിച്ച് തങ്ങൾ ഇന്നലെ വരെ പിന്തുടർന്ന് വന്ന ധർമ്മവ്യവസ്ഥയെ പിന്തുടർന്ന് കൊണ്ടുപോകുവാനുള്ളൊരു സന്തതി പരമ്പരയെ സൃഷ്ടിക്കുവാനുള്ള ധാർമ്മികമായൊരു യജ്ഞമായിട്ടാണ് സന്താനോൽപാദനം പോലും ഭാരതീയ ചിന്താ പദ്ധതിയിൽ വ്യവസ്ഥിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭാധാന സംസ്കാരം എന്നാണ് അതിനെ പറയുക. ഗർഭത്തെ ആദാനം ചെയ്യുന്ന ഒരു സംസ്കാരം, അത് വലിയൊരു സംസ്കാരമാണ്. അതിന് പൂജയും വിധാനങ്ങളുമൊക്കെ ചെയ്ത് ഗുരുജനങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി ഒരു പുതിയൊരു ജീവനെ, ഒരു നല്ലൊരു ജീവനെ തൻ്റെ ഗർഭത്തിലേക്ക് ആവാഹിക്കണമേ, അല്ലെങ്കിൽ ഗർഭത്തിൽ വന്നു ചേരണമേ എന്നുള്ള സങ്കല്പത്തോടു കൂടി ഭാര്യയും ഭർത്താവും സമാഗമം ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു ജീവനെ ആവാഹിച്ചെടുക്കുന്ന ആ ഗർഭാധാന സംസ്കാരം പോലും നമുക്കൊരു സംസ്കാരമാണ്, ഒരു യജ്ഞമാണ്. അതാണ് ഭാരതീയമായ കാഴ്ചപ്പാട്. അതല്ലാതെ കേവലം മാംസവികാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ശരീരഭാഗങ്ങൾ, അത് പുരുഷൻ്റേതാവട്ടെ സ്ത്രീകളുടേതാവട്ടെ, അതിൽ കേവലം കാമവികാരത്തിൽ മാത്രം അടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് കേവലം മാംസത്തിൻ്റെ ഒരു വികാരം മാത്രമാണെന്ന് മനസ്സിലാക്കി അതിനെ മനസ്സി വിചിന്തയ വാരം വാരം, അതിനെ വീണ്ടും വീണ്ടും വിചാരം ചെയ്തിട്ട് ആ ഒരുള്ള കാമാവേശത്തെ ഒഴിവാക്കണം എന്നാണ് അവിടെ പറയുന്നത്. കാമം എന്നുള്ളത് നേരത്തെ പറഞ്ഞു, ധർമ്മവിരുദ്ധമല്ലാത്ത കാമം ആവശ്യമാണ്, അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. പക്ഷേ അവിടെ അധാർമികമായ കാമം പലപ്പോഴും ലോകത്തിൻ്റെ കുടുംബജീവിതത്തിൽ, സമാജ ജീവിതത്തിൽ പലതരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളും അതിക്രമങ്ങളും നമ്മൾ ഇന്ന് കാണുന്നത് ഈ തരത്തിൽ കേവലം അത് ലൗകികമായ അധാർമികമായ കാമത്തിലേക്ക് നമ്മുടെ ലൈംഗിക ചേഷ്ടകൾ പോകുമ്പോൾ സമാജത്തിൽ അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. ധാർമ്മികമാണെങ്കിൽ അവിടെ ഒരു കുഴപ്പവുമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു വികാരം ഒരാൾക്കുണ്ടാകുമ്പോൾ അയാൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു സാധകനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? അതിനെ വിചാരം ചെയ്യുക. ഇതൊക്കെ ഈ ശരീരം എന്നുള്ളത് മജ്ജ, അസ്ഥി, മല, മൂത്രപാത്രമായ ഒരു ഭാണ്ഡമാണ്. ഇത് പുറമേയുള്ള ഒരു അവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് വികാരം തോന്നുമെങ്കിൽ ഇത് കേവലം ഒരു ഭാണ്ഡം മാത്രമാണെന്നും
ഇത് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോയാൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ജീവൻ വേർപെട്ടു പോയാൽ ഇത് ആർക്കും വേണ്ടാത്തൊരു സാധനമാണ്. എത്രയും പെട്ടെന്ന് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കുക. അപ്പം അങ്ങനെയുള്ളൊരു മലഭാണ്ഡമായ ശരീരത്തിൽ ഈ രീതിയിൽ അധാർമികമായ ചിന്ത ഉണ്ടാവാൻ പാടില്ല എന്നും ഇതിൻ്റെ ദോഷവശങ്ങളെ വീണ്ടും വീണ്ടും വിചാരം ചെയ്തിട്ട് ഈ മോഹാവേശത്തെ ഇല്ലാണ്ടാക്കണം എന്നുമാണ് ആചാര്യൻ ഇവിടെ നമ്മളോട് ബോധിപ്പിക്കുന്നത്. കാരണം സദ്ഭാവനാവാ വിപരീത ഭാവന, ഇപ്പോൾ സംഭാവനാവാ വിപരീത ഭാവന, സദ്ഭാവനയല്ല സംഭാവന. ഇപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഒരു ഭാവന നമുക്ക് തോന്നിയാൽ അത് ധർമ്മവിരുദ്ധമാണെങ്കിൽ ആ ഭാവനയെ നീക്കം ചെയ്യാൻ അതിൻ്റെ വിപരീത ഭാവന നമ്മൾ ചെയ്യണമെന്നാണ്. ഇപ്പോൾ ശരീരത്തെ സംബന്ധിച്ച് മനുഷ്യനായാലും മൃഗങ്ങളായാലും എതിർ ലിംഗത്തോടുള്ള ആ ആഗ്രഹമുണ്ടെങ്കിൽ ആ ശരീരത്തെ സംബന്ധിച്ച് അത് അധാർമികമായിട്ടുള്ളൊരാഗ്രഹമാണെങ്കിൽ നമ്മൾ അതിൻ്റെ വിപരീത ഭാവന ചെയ്ത് ഈ ശരീരം എന്നുള്ളത് ഇങ്ങനെയാണ്, മജ്ജ അസ്ഥി മലമൂത്ര പാത്രമായ ഒരു ഭാണ്ഡമാണ്, ഇത് നശിക്കുന്നതാണ്, ഇതല്പം ജീവൻ പോയി കഴിഞ്ഞാൽ അല്പം നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ, മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അത് ചീഞ്ഞ് നാറാൻ തുടങ്ങുന്ന ഒന്നാണ് എന്നൊക്കെ വിചാരം ചെയ്താൽ അതിലുള്ള ആ മോഹാവേശം, നമ്മളെ നശിപ്പിക്കുന്ന മോഹാവേശം ഇല്ലാണ്ടാവും. ഇതൊരു സാധകൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറയുന്നു, നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം, മോഹാവേശം അരുതേ എന്ന് പറയുകയാണ്. ഏതൻ മാംസവസാദി വികാരം, എന്തുകൊണ്ട്? ഇത് കേവലം മാംസത്തിൻ്റെ ഒരു വികാരം മാത്രമാണ്. ഇത് മനസ്സി വിചിന്തയ വാരം വാരം, വീണ്ടും വീണ്ടും, മുഹുർമുഹു എന്ന് പറയുന്നു. അഭ്യാസവും വൈരാഗ്യവും കൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. അപ്പോൾ അഭ്യാസ വൈരാഗ്യങ്ങളിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ വിചാരം ചെയ്ത് ഉറപ്പിക്കുമ്പോൾ ഇത്തരം ലൗകികമായ, ഇത്തരം കാമപരമായിട്ടുള്ളതായാലും മറ്റ് ധനപരമായിട്ടുള്ളതായാലും അധാർമികമായൊരു വൃത്തിയിലേക്ക് നമ്മൾ പോകില്ല. അതിൻ്റെ ദോഷവും അതിൻ്റെ അപകടവും അത് വരുത്തി വയ്ക്കുന്ന വിനയുമൊക്കെ വിചാരം ചെയ്താൽ സത്യധർമ്മങ്ങൾക്കനുസരിച്ച്, നിയമത്തിനനുസരിച്ച്, വ്യവസ്ഥയ്ക്കനുസരിച്ച് എല്ലാ വ്യവസ്ഥകളും ചെയ്യും. ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ് സന്താനോൽപാദനം. ആ സന്താനങ്ങൾക്ക് ശരിയായ വിദ്യാഭ്യാസവും വളർച്ചയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള ഘടകങ്ങളും സമ്പത്തുമൊക്കെ സ്വരൂപിക്കുക എന്നുള്ളത് ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. സന്താനോൽപാദനം അധർമ്മമല്ല, അത് ഗൃഹസ്ഥൻ്റെ ധർമ്മമാണ്. അപ്പോൾ അങ്ങനെ ആ ധാർമ്മികമായ കർമ്മങ്ങളൊക്കെ ചെയ്യാം. ഒരു അതായത് രജസ്വലയായി കഴിഞ്ഞ് സന്താനോൽപാദനത്തിന് ഇച്ഛിച്ച് വരുന്ന ആ സമയത്ത് വരുന്ന സ്ത്രീയിൽ സന്താനോൽപാദനം ചെയ്തില്ലെങ്കിൽ അത് പാപമാണെന്ന് പോലും നമ്മുടെ ഉപനിഷത്ത് പറയും. അത് കാരണം അത് ധർമ്മമാണ്. ഇതുപോലെ ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിഞ്ഞ് അധാർമികമായിട്ടാണ് ചെയ്യാൻ മനസ്സ് തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി വിചാരം ചെയ്ത് അതിൽ നിന്ന് മോചനം നേടണം. അല്ലാത്ത പക്ഷം അത് നമ്മളെ കൂടുതൽ അധപ്പതിപ്പിക്കും എന്ന് ഈ ലോകദൃഷ്ടിയിൽ ലോകവ്യവഹാരങ്ങൾ കണ്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്നതും ലോകത്ത് എപ്പോഴും അസ്വാസ്ഥ്യമുണ്ടാക്കുന്നതുമായ ഈ കർമ്മത്തിൽ എങ്ങനെ അതിനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കണമെന്നുള്ള ഒരു ഉപദേശം കൂടിയാണ് ഇവിടെ ആചാര്യ ഭഗവത് പാദർ നമുക്ക് നൽകുന്നത്. അത് നല്ലപോലെ വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്.